ഹലോ, അസ്സാം വലൈക്കും. അപ്പോൾ മക്കളെ, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഞങ്ങൾ മധ്യപ്രദേശിലുള്ളത്. മധ്യപ്രദേശിൽ ഈ കമ്പ കൃഷിയില്ലേ, കമ്പ കൃഷി കാണാൻ വേണ്ടി നിൽക്കുകയാണ്. കുഞ്ഞുമാന് മറ്റേ പോലെ കുടിലിൻ്റെ മുകളിൽ കയറി കമ്പ കൃഷിൻ്റെ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. നല്ല നീണ്ട് പരന്ന് കിടക്കണ കമ്പ കൃഷിയാണ്. ഒരു 10 ദിവസം 12 ദിവസം കൊണ്ട് കമ്പം വിളയാടാനാവും. ഇതവിടെ വാഴയാണ് കേട്ടോ. അതിൻ്റെ ഇടയിലൊരു വാഴ വെച്ചിട്ടുണ്ട് വലിയ വാഴ. കമ്പ കൃഷിൻ്റെ ഇടയിൽ ഒരു 4 വാഴ വെച്ചിട്ടാണ്. ഇതുപോലെ കുടില് ചെറിയ കുടിലാണ്. അതുപോലെ സ്വർഗ്ഗക്കാര കുടില്. നല്ല മനുഷ്യരാണ്, നല്ല സ്വഭാവമാണ്. അവിടെ നിന്നിട്ട് പോവാന്നൊക്കെ പറഞ്ഞ് നമുക്ക് പിന്നെ നേരമില്ലാത്തോണ്ടേ ഞാൻ പോവാണ്. എല്ലാവരും ഉണ്ട്. സാഫി കുഞ്ഞുമാനെ, ആസിഫാക്ക ഒക്കെ നീണ്ട് നിരന്ന് കമ്പ കൃഷി കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ വണ്ടി ആകെ ചളിയായി. കൊടുത്താൻ പറ്റണം. ഒന്ന് സർവീസ് ചെയ്യണം. സർവീസ് സെൻ്ററിൽ എടുത്ത് സർവീസ് ചെയ്യണം. വൃത്തിയാക്കി കുട്ടപ്പനാക്കി പോകണം. സാഫി പുറത്തിറങ്ങിന്. സാഫി വണ്ടി ട്രാൻസ്ഫോമറിന് മുന്നിൽ ചോട്ട് വെച്ചിട്ട് അവനൊരു ടെങ്ങറ്. ഓൻ ആ കാര്യത്തിലൊക്കെ ഭയങ്കര വണ്ടീൻ്റെ കാര്യത്തിൽ വണ്ടി എടുത്ത് മുന്നിലേക്ക് സൈഡാക്കി വെക്കുകയാണ്. ആസിഫാക്ക അതിൻ്റെ കൃഷിക്കാരനെ കണ്ടപ്പോഴേ അയാളപ്പം നിന്ന് ഫോട്ടോ എടുക്കുകയാണ്. ഫോട്ടോ വീഡിയോ ഒക്കെ. ആസിഫാക്കാനെ കുത്തിച്ചല്ലടാ. കുഞ്ഞുമാനും അതിൻ്റെ ഇടയിൽ കൂടെ വീഡിയോ തകൃതായിട്ട് എടുക്കുന്നുണ്ട്. കുഞ്ഞുമാനൊക്കെ കണ്ട് പഠിക്കുകയാണ്. ഒരു ദിവസം ഒറ്റയ്ക്ക് കണ്ട് വരണം എന്നാണ് കുഞ്ഞുമാൻ വിചാരിക്കണേ, മൊത്തത്തിൽ വീഡിയോ എടുക്കാൻ. അതുപോലെ മുറ്റത്ത് തന്നെയാണ് ഈ കമ്പ കൃഷി ഉള്ളത്. വീട്ടിലൊരാൾ അവിടെ എന്തൊക്കെ പണിയെടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇതുപോലെ ഗോഡൗൺ കേട്ടോ. അതിൻ്റെ ഇടയിൽ